നിർമ്മാണം അവസാന ഘട്ടത്തിലായ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും വഴി മുടക്കുന്നതായി പരാതി. ഫുട്പാത്തിലൂടെ വലിയ പൈപ്പ് ഇടുന്നത് മാർഗതടസ്സമുണ്ടാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് പൈപ്പ് ഇടൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പുനർനിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പരാതി ഉയർന്നിരിക്കുന്നത്. AC റോഡിൽ പള്ളിക്കൂട്ടുമ്മ മുതൽ മാമ്പുഴക്കരി വരെയുള്ള 3.5 കിലോമീറ്ററോളം ഭാഗത്ത് ഫുട്പാത്തിലൂടെ പൈപ്പ് സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാരും കച്ചവടക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 4 അടിയോളം ഉയരം വരുന്ന പൈപ്പ് ഈ ഭാഗത്ത് സ്ഥാപിച്ചാൽ AC കനാലിലേക്ക് പ്രദേശവാസികൾക്ക് ഇറങ്ങാനാകാത്ത സ്ഥിതിയുണ്ടാകും. റോഡരികിലെ കച്ചവട സ്ഥാപനങ്ങൾക്കും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. എനിക്കൊരു ഇടം തന്നാണ് ഞാൻ ഈ കുടിവെള്ള ഈ നാരങ്ങ വെള്ളവും ഇതുമായിട്ട് കച്ചവടത്തിന് ഞാൻ ഇവിടെ ഇരുന്നത്. ഇപ്പം ഇത് മാറ്റിക്കൊടുക്കണമെന്നാണ് ഈ പൈപ്പ് വരുന്നതിനാ പറയുന്നത്. ഇത് മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കച്ചവടവും പോകും. ഒരു സംരംഭ ലോൺ പോലെ എടുത്ത് കുടുംബശ്രീന്ന് എടുത്താണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഇത് ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പോലും ഞങ്ങൾക്ക് മാർഗം ഉണ്ടാകത്തില്ല. ഈ റോഡ് പണി വന്നതോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലായി. കച്ചവടങ്ങൾ കാര്യങ്ങൾ തീരെ ഇല്ലാത്തൊരവസ്ഥയായി. വീട് പട്ടിണിയുടെ ഒരു വക്കീലാണ്. അപ്പോൾ അതിനിടയിലാണ് ഓരോ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ വന്ന് നമ്മളെ വളരെയധികം നമ്മൾ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ പൈപ്പ് കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉപജീവന മാർഗം തീരെ ഇല്ലാതാകും. കാര്യം കടയിലകത്തോട്ട് ഒരാൾ കയറി ചായ കുടിക്കാനോ ഇരുന്ന് എന്തെങ്കിലും കഴിക്കാനോ ഉള്ള അവസരം ഇല്ലാതാകുകയും നമ്മുടെ കച്ചവടം പാടെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. റോഡിന്റെ വടക്കുഭാഗത്തുള്ള ഓടയിലൂടെ പൈപ്പ് സ്ഥാപിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ വലിയ പൈപ്പായതിനാൽ ഫുട്പാത്തിലൂടെ സ്ഥാപിക്കാൻ പിന്നീട് അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. മാമ്പുഴക്കര മുതൽ പള്ളിക്കൂട്ടുമ്മ വരെയുള്ള 3.5 കിലോമീറ്റർ ഭാഗത്ത് AC കനാലിൽ 110ഓളം കടവുകളും 4 പാലങ്ങളുമുണ്ട്. ഉയരമുള്ള പൈപ്പ് ഇവിടെ സ്ഥാപിക്കുന്നത് സമീപത്തെ സെറ്റിൽമെന്റ് കോളനിയിലെ താമസക്കാർ ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് കടവുകളിലേക്ക് ഇറങ്ങാനാകാത്ത സ്ഥിതിയുണ്ടാക്കും. അതായത് വികസനത്തിനെതിരെയോ കുടിവെള്ളത്തിന് കൊടുക്കുന്നതിനെതിരെയല്ല, മറിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം കൂടി ഇതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരണം എന്നുള്ളതാണ്. 100 കണക്കിന് കടകൾ ഈ പ്രദേശത്ത് ഉണ്ട്. അതുപോലെ തന്നെ 110 കടവുകൾ. ഈ കടവിലോട്ടൊന്നും ആർക്കും ഇറങ്ങാൻ മേലാത്ത മറുകരയിൽ ഭാഗത്ത് താമസിക്കുന്ന വീട്ടുകാർ, അതുപോലെ തന്നെ കച്ചവടക്കാർ, അതുപോലെ തന്നെ മറ്റു വഴി യാത്രക്കാർക്കൊന്നും തന്നെ കാല് കഴുകാനോ മറ്റു ഒരു കാര്യത്തിനോ കടവിലേക്ക് ഇറങ്ങാൻ മേലാത്ത പൊക്കത്തിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ഫുട്പാത്ത് ഇല്ലാതായാൽ കാൽനട യാത്രക്കാർക്ക് റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വരും. ഇത് അപകടങ്ങൾക്കും കാരണമാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. അശാസ്ത്രീയമായ രീതിയിൽ പൈപ്പ് ഇടരുതെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും കച്ചവടക്കാരും പ്രതിഷേധവും തുടങ്ങിയിരുന്നു. തുടർന്ന് കുട്ടനാട് MLA ഉൾപ്പെടെ ഇടപെട്ട ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പൈപ്പിടൽ ജോലികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പൈപ്പ് സ്ഥാപിക്കുന്നതിന് ബദൽ മാർഗങ്ങൾ തേടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.